എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വേടൻ എഴുതിയ കവിത അത് അദ്ദേഹം പാട്ടായിട്ട് പാടിയിട്ടുണ്ടല്ലോ. കേൾക്കുമ്പോൾ നമുക്ക് എന്തോ രോമാഞ്ചം കൊള്ളും. വളരെ അർത്ഥവത്തായ വരികളാണ്. അത് നല്ലോണം ആലോചിച്ച്, വിഷമമുള്ളവർക്ക് അങ്ങനെയുള്ള സംഭവങ്ങൾ വരുള്ളൂ. എഴുതുന്നവർക്കല്ലേ അതിൻ്റെ വേദന അറിയാൻ പറ്റുള്ളൂ. അപ്പം അദ്ദേഹം വളരെ ആലോചിച്ചും അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വേദനയുമാണ് നമ്മുടെ മുന്നിലേക്ക് ഇട്ട് തരുന്നത്. ചിന്തിക്കാൻ കഴിവുള്ളവർക്ക് ചിന്തിക്കുക, അല്ലാത്തവർ വേണ്ട. ചിലവർ ഇതിനെ വിമർശിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തിനാ വെറുതെ ആവശ്യമില്ലാണ്ട് നമ്മളൊരു പുലിവാലുണ്ടാക്കണം? കലാകാരന്മാർക്ക് പാട്ടൊക്കെ വളരെ രസമാണ്. ഒരു ചരിത്രമുണ്ടാകുമ്പോൾ ഒരു പാട്ടുണ്ടാവുള്ളൂ, ഒരു കഥയുണ്ടാവുള്ളൂ, ഒരു സിനിമയൊക്കെ ഉണ്ടാകണം. അങ്ങനെയാണല്ല. അപ്പം അദ്ദേഹം എഴുതിയത് അദ്ദേഹത്തിൻ്റെ വിഷമത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് കരുതാം അല്ലേ? എങ്ങനെ നമ്മളിതൊരു പാട്ടായിട്ട് എടുക്കുക? ചിന്തിക്കുന്നവർ ചിന്തിക്കട്ടെ എന്നേ. അദ്ദേഹം പാടി തന്ന നീർനിലങ്ങളിൽ അടിമയാരുടമയാര്, നിലങ്ങൾ 1000 വേലിയിൽ തിരിച്ചതാര്, തിരിച്ച വേലിയിൽ കുലം മുടിച്ചതെത്ര വേലി, മുതുക്കൂനി തലകതാണും ഇനിയും എത്ര നാൾ. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്ന, നീ പിറന്ന മണ്ണിൽ നിന്നെ കണ്ടാൽ വെറുപ്പ്, പണിയെടുത്ത മേനി വെയിൽ കൊണ്ട കറുപ്പ്, നിന്റെ ചാളയിൽ എരിയുന്നില്ലടുപ്പ്, പിഞ്ചി കുഞ്ഞവർ ആ വയറിൽ കിടപ്പ്. രാത്രി പകലാക്കി പണിയെടുത്ത് നടുചോര നീരാക്കി നീർ മുഴുവൻ വറ്റി വാർന്ന്, പ്രിയമുള്ളവരെ നാട് നഗരമാക്കി കൂടാരമാക്കി, മണ്ണ് പൊന്നാക്കി പൊന്ന് നിനക്കന്യമാക്കി, പൊന്ന് കേട്ടവൻ പിടഞ്ഞു വീണ് ചോര തുപ്പി, നീതി കേട്ടവൻ ഇരുട്ടറയിൽ തല തപ്പി, പൊന്നെന്നും വിളച്ചെടുത്ത ഭൂമിയും വിളിച്ചു കേണ സ്വാമിയും വെളിച്ചമുള്ള ഭാവിയും നീ നേടിയില്ല, എങ്കിലും നീ വാടിയില്ല. എന്താ വരിയുടെ അർത്ഥം? എത്ര രസകരമായ വരികളാണതൊക്കെ. ചിന്തിക്കണം. നല്ല ബോധമുള്ളവർക്ക് അതൊക്കെ എഴുതാൻ പറ്റുള്ളൂ. നല്ല ബുദ്ധിയും വേണം, ശരിക്കും ചിന്തിക്കുകയും വേണം. അദ്ദേഹം ഇനി എഴുതണം, ഇനിയും പാടണം. അദ്ദേഹത്തിൻ്റെ പുറകിൽ നല്ല പിള്ളേരുണ്ട്. എന്തിനാണെന്നറിയാമോ? ഇത് കേട്ട് രസിക്കാനല്ല, അവരിത് ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അത് ആവശ്യമാണിന്ന്. തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും ഇഷ്ടമാണ് ഈ വരികൾ എന്നെനിക്കും തോന്നുന്നു. നന്ദി, നമസ്കാരം.